എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായിട്ടുള്ള ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ, സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഡോക്ടർ എം.കെ. പ്രദീപ് കുമാർ, സ്റ്റേറ്റ് പ്രസിഡന്റ്, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള. ഡോക്ടർ വി.കെ.പി. മോഹൻ കുമാർ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള. ഡോക്ടർ സുമി ചന്ദ്രൻ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, IVA കേരള. ഡോക്ടർ എം. ഗംഗാധരൻ നായർ, IVAയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പോൾ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 27-28 തീയതികളിൽ കോവളം വെച്ച് നടക്കുകയാണ്. ഈ വർഷത്തെ 2025 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ സംസ്ഥാനത്തുള്ള ക്ഷീര കർഷകരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായി പശുക്കളെ വളർത്തുന്ന ചെറുകിട സംരംഭകരായിട്ടുള്ള ക്ഷീര കർഷകരെയും ചെറിയ രീതിയിൽ പശുക്കളെ വളർത്തി ജീവിക്കുന്ന ക്ഷീര കർഷകരെയും ആദരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് 14 ജില്ലകളിലും ഞങ്ങൾ ജില്ലാ യൂണിറ്റുകൾ വഴി അപേക്ഷകൾ സ്വീകരിക്കുകയും അതിലൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റി ഈ ജില്ലകളിലെ അപേക്ഷകളും കർഷകരെയൊക്കെ പോയി നേരിട്ട് കണ്ട് അവരുടെ ഫാമുകളും പരിസരങ്ങളൊക്കെ വീക്ഷിച്ച് വിലയിരുത്തി അവർക്ക് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. 2 തരത്തിലുള്ള അവാർഡുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 10 പശുക്കൾക്ക് താഴെ വളർത്തുന്ന ചെറിയ രീതിയിൽ ക്ഷീരകർഷകനായി ജീവിക്കുന്നവർക്ക് ക്ഷീരരത്ന എന്നുള്ള ഒരു അവാർഡും, 11 പശു മുതൽ 50 പശുക്കളെ വളർത്തി ചെറുകിട സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന ശാസ്ത്രീയമായിട്ട് പരിപാലന മുറകൾ ആയി മുന്നോട്ട് പോകുന്ന ക്ഷീരപ്രതിഭ എന്നുള്ള ഒരു വിഭാഗം കൂടി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് 14 ജില്ലകളിൽ നിന്നുമായി കമ്മിറ്റി തിരഞ്ഞെടുത്ത 2 കർഷകരെ, ക്ഷീരകർഷകനും ക്ഷീരപ്രതിഭയും ക്ഷീരരത്നയും, അങ്ങനെ 2 അവാർഡുകൾ ഞങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ട് അവരെ ആദരിക്കുകയും ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവർക്ക് വേണ്ടിയുള്ള സമ്മാനവും പുരസ്കാരവും വിതരണം ചെയ്യുന്നതാണ്. മികച്ച ക്ഷീര പ്രതിഭയ്ക്കും ക്ഷീര കർഷകന് ഞങ്ങൾ 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും ഒരു മൊമെൻറ്റോയും പൊന്നാടിയും അണിയിച്ച് ആദരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മൃഗസംരക്ഷണ മേഖലയിലെ വികസനോന്മുഖമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ച് പത്രപ്രവർത്തനം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ദേശാഭിമാനി, അങ്ങനെ വിവിധ പത്രങ്ങൾ, മനോരമ, ജനയുഗം എന്നീ പത്രങ്ങളിലൊക്കെ ലേഖകർ അവരെ ലേഖനങ്ങൾ അയച്ചതിൻ്റെ ഭാഗമായി നമ്മളത് വിലയിരുത്തുകയും അതിൽ ഒരു പത്രപ്രവർത്തകർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുവാനായി തീരുമാനിച്ചിട്ടുണ്ട്. അവരെയും നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായിട്ട് ജനറൽ സെക്രട്ടറി ഡോക്ടർ വി.കെ.പി. മോഹൻകുമാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സാർ പറഞ്ഞ പോലെ കേരളത്തിലെ വെറ്റിനറി ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ ഈ വർഷത്തെ പുതിയ ഇതംപ്രദമായി നടത്തുന്ന ഒരു അവാർഡാണ് കർഷക അവാർഡ്. നമുക്ക് അറിയാം, നമ്മുടെ ഒരു മേഖല, മൃഗസംരക്ഷണ മേഖല ഒരു ഫാമിംഗ് സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് അന്നം നൽകുന്ന കുറേ ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവരിൽ മികച്ച 1-2 പേരെ തിരഞ്ഞെടുത്ത് ആദരിക്കുന്നതും അവർക്ക് അംഗീകാരം കൊടുക്കുന്നതും ഈ മേഖലയ്ക്കുള്ള ഒരു പ്രചോദനമായി മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയത്. സന്തോഷമെന്ന് പറയട്ടെ, കേരളത്തിൽ പശുക്കളെ വളർത്തുന്ന, ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന, ഇതൊരു എൻ്റർപ്രൂണറായിട്ട് ഒരു സംരംഭമായി സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള 120ഓളം അപേക്ഷകർ നമുക്കുണ്ടായി. അതിൽ നിന്ന് ചുരുക്കി വന്ന് 1-2 പേരെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. ഒക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫാമിംഗ് സെക്ടർ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള സന്തോഷകരമായ ഒരു വസ്തുത കൂടി നിങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളോടും ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ശാസ്ത്രജ്ഞരുണ്ട്, ഡോക്ടർമാരുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു അറിവും ഇത്തരത്തിലുള്ള കർഷകർ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു അറിവും ഒരു പ്രചോദനം തന്നെയാണ്. ഭാവിയിൽ ഞങ്ങൾ ഇവിടുത്തെ വെറ്റിനറി സമൂഹത്തെ സംബന്ധിച്ചോളം കർഷകർക്ക് ഏതെല്ലാം രീതിയിൽ
നമുക്ക് ഇടപെടലുകൾ നടത്തണമെന്ന് ഈ അവാർഡ് നിർണയ പ്രൊസീജിയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പേര് പറയുകയാണ്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ അവാർഡുകൾ നിശ്ചയിച്ചത്. ഒന്ന് 50 ഒരുപാട് കാറ്റഗറിയാണ്. അപ്പോൾ അത് നമ്മൾ 2 കാറ്റഗറി തിരഞ്ഞെടുത്തു. ഒന്ന് 10 പശുക്കളിൽ താഴെ വളർത്തുന്ന കർഷകരിൽ നിന്നും ഒരാളെയും 50 പശുക്കൾ വളർത്തുന്ന സംരംഭകരായിട്ടുള്ള കർഷകരിൽ നിന്ന് ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൽ 10 പശുക്കൾ താഴെ വളർത്തുന്ന ആൾക്കാരെ പാലുൽപാദനവും അവരുടെ മികച്ച പരിചരണ രീതികളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ അവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ 10 പശുക്കളിൽ താഴെ വളർത്തുന്ന ആ കർഷകരുടെ ഇടയിൽ നിന്നും മലപ്പുറത്തുള്ള നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള 27 വയസ്സുകാരനായ യുവ ക്ഷീര കർഷകനായ ശ്രീ ഡോൺ മാത്യു ആണ് ഞങ്ങൾ അതിന് പേര് കൊടുത്തിരുന്നു ക്ഷീരരത്ന പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായത്. ഡോൺ മാത്യു നിലമ്പൂർക്കാരനാണ്, 27 വയസ്സാണ്, യുവ കർഷകനാണ്. നല്ല രീതിയിലുള്ള ഫാമിംഗ് 10 താഴെ പശുക്കളെ വളർത്തി അദ്ദേഹം ഒരു മികച്ച ഒരു ഫാം തന്നെ നടത്തിക്കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ അതായത് 50 പശുക്കളിൽ താഴെ വളർത്തുന്ന ക്ഷീര കർഷക അവാർഡിന് നൽകിയ പേര് എന്ന് പറയുന്നത് ക്ഷീരപ്രതിഭ പുരസ്കാരം എന്നായിരുന്നു. ഈ വർഷത്തെ ആദ്യമായി നടത്തുന്ന ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ ആദ്യമായി നടത്തുന്ന ക്ഷീര കർഷകർക്കുള്ള അവാർഡ് നിർണയ അല്ലെങ്കിൽ അവാർഡ് നൽകൽ ചടങ്ങിലെ ക്ഷീരപ്രതിഭ പുരസ്കാരത്തിന് അർഹനായത് വയനാട് ജില്ലയിൽ മാനന്തവാടിക്ക് അടുത്തുള്ള ഡയറി ഫാം നടത്തുന്ന ശ്രീ PI തങ്കച്ചനാണ്. അവിടെ വളരെ സയൻറ്റിഫിക് ആയിട്ടും ഹൈജീനിക് ആയിട്ടും നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള നല്ലൊരു ഫാമാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ 2 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഘടന ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവരും മികച്ചവരായിരുന്നു. പക്ഷെ മികച്ചതെന്ന് തിരഞ്ഞെടുത്ത ശ്രീ ഡോൺ മാത്യുവിനെയും ശ്രീ PI തങ്കച്ചനെയും ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുകയാണ്. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ്റെ ക്ഷീരരത്ന പുരസ്കാരം ശ്രീ ഡോണിനും ക്ഷീരപ്രതിഭ പുരസ്കാരം ശ്രീ തങ്കച്ചനും നൽകിയതായി ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുകയാണ്. 25,000 രൂപയും പൊന്നാണിയും ഫലകവും തിരുവനന്തപുരത്ത് നടക്കുന്ന ആനുവൽ കൺവെൻഷനിൽ അതിൻ്റെ പ്രത്യേകത കൂടെയുണ്ട്. അതായത് ആ ആനുവൽ കൺവെൻഷനിൽ മികച്ച ഡോക്ടറെയും മികച്ച ടീച്ചറെയും മികച്ച എൻ്റർപ്രണറെയും എല്ലാം ആദരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഈ 2 ക്ഷീര കർഷകരെ കൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ വെച്ച് ആദരിക്കുകയാണ്. 27 അടുത്തത് ഞാൻ പറയും. അടുത്ത് ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ നടത്തിയ മാധ്യമ പുരസ്കാരമാണ്. ഇത് മുമ്പ് നടത്തിയത്, പിന്നെ എന്തോ ചെറിയ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ നിന്നുപോയി. അപ്പോൾ നമ്മുടെ പത്രങ്ങളിലെല്ലാം ഈ മേഖലയെ വളരെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരുപാട് പേരുണ്ട്. അത് ഞങ്ങൾ ഈയിടെ നടത്തിയത് ഒരു വിശകലനത്തിൽ മനസ്സിലായതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ആര് വേണം? മാധ്യമക്കാർ വേണം. ആ ശരിയായ രീതിയിൽ എഴുതി ശരിയായ രീതിയിൽ അത് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ ഒരു മേഖലയ്ക്ക് വികസനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ശാസ്ത്രീയ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കണ്ടുപിടിച്ചൊരു കാര്യം അത് കർഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ കർഷകരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളിലേക്ക് എത്തണം. ഇതിൻ്റെ ശരിക്കുള്ള ഒരു മീഡിയേറ്ററായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ആ ഒരു മാധ്യമ അവാർഡ് നിശ്ചയിക്കാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ഈ സമിതിയിലുണ്ടായി. 10,000 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടിയുമാണ് തിരുവനന്തപുരത്ത് 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടത്തുന്ന ഫംഗ്ഷനിൽ വെച്ച് മാധ്യമ പുരസ്കാരമായി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ നൽകുന്നു. ഇതിൽ കുറേ പേര് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ ഒരു 2030 ഒരു വിഷയം വെച്ചിട്ട് 2030 മൃഗസംരക്ഷണ മേഖല എന്തായിരിക്കും എന്നുള്ള ഒരു വിഷയം വെച്ചിട്ടുള്ള ബൃഹത്തായിട്ടുള്ളൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ള കൊല്ലം ദേശാഭിമാനിയിലെ ശ്രീമതി PR ദീപ്തി ആനന്ദമന്ദിരം മൺട്രോത്തുരുത്താണ് ഞങ്ങൾക്ക് അതിലെ ഏറ്റവും നല്ലൊരു മികച്ച ലേഖനമായി തോന്നിയത്. അതുകൊണ്ട് ശ്രീമതി ദീപ്തി PR ദീപ്തിക്ക് ഈ വർഷത്തെ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ്റെ മാധ്യമ പുരസ്കാരം നൽകുന്നതായി ഈ വേദിയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു.